തൃക്കാക്കരയിൽ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച 3-അംഗ സംഘത്തിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതികളുമായി ഇന്നലെ തെളിവെടുപ്പ് നടത്താൻ ശ്രമിച്ചെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സാധിച്ചിരുന്നില്ല. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ അടുത്ത നീക്കം. ആക്രമണത്തിൽ പരുക്കേറ്റ പ്രവീണിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഷാഫി, നിസാം എന്നിവരും ചികിത്സയിലാണ്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഈ ഗുണ്ടാ സംഘത്തിന്റെ നേരെ ജനരോഷം ആളിക്കത്തുകയായിരുന്നു ഇന്നലെ അവരെ എത്തിച്ചപ്പോൾ. ഇന്നിപ്പോ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകി അവരെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയാണോ പോലീസ് ആരായുന്നത്? ഈ ജനരോഷം അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കുകയാണോ? തീർച്ചയായിട്ടും കർശന ആ ദൃശ്യങ്ങൾ കണ്ട ഒരു മനുഷ്യനും അത് സഹിക്കില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വലിയ കുടിപ്പകയൊന്നുമില്ലായിരുന്നു ഇത്ര ക്രൂരമായി ആക്രമിക്കുന്നതിന്. നമ്മൾക്കറിയാം, ഒരു കാറിന് വശം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ 3 യുവാക്കളെയും ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഗുണ്ടാ സംഘങ്ങൾ ക്രൂരമായി മർദ്ദിച്ചത്. സ്വാഭാവികമായും ജനരോഷം ഉണ്ടാകും. ആ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ എന്തിനാണ് ഈ യുവാക്കളെ ഇത്ര ക്രൂരമായി ഇവർ മർദ്ദിച്ചത് എന്നറിയുന്നതിന് വേണ്ടി. മാത്രമല്ല, ഇന്നലെ നമ്മൾ കണ്ടതാണ് പോലീസിന്റെ വലിയ കാവൽ ഈ ഗുണ്ടകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർ തലനാരിഴക്ക് അവിടെ നിന്ന് ഇവരെ ജയിലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ജനങ്ങൾ കാര്യമായി കൈകാര്യം ചെയ്താലേ. അത്രയ്ക്കധികം രോഷമുണ്ടായിരുന്നു ജനങ്ങൾക്ക്. ഇത് എന്തായാലും ഇനി കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ അവിടെ എത്തിച്ച് ഇനി തെളിവെടുപ്പ് നടത്തുക, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതലായി ചോദ്യം ചെയ്യുക, മാത്രമല്ല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക എന്നൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾക്കറിയാം, ആ പ്രതികൾ ഈ 3 യുവാക്കളെയും ക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങൾ അത് കേരളം ആസകലം കണ്ടതാണ്, കേരളം ആകമാനം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ കണ്ട ഒരു മനുഷ്യനും ഇവരോട് ക്ഷമിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഗുണ്ടാ സംഘങ്ങളായിട്ടുള്ള ഈ 3 പേരും മുൻ പെരുമ്പാവൂർ ഗുണ്ടാ നേതാവായിട്ടുള്ള അനസിന്റെ കൂട്ടാളികളാണ്. കൂടുതൽ ക്രിമിനൽ കേസുകളിൽ പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ കാര്യമായി നിയമ നടപടിയിലേക്ക് കടക്കണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ആർഷൻ സഹിനാണ് വിവരങ്ങൾ നൽകിയത്.